എക്സ്പീരിയൻസ് കൽക്കി കലക്കി ഹൈലൈറ്റ് ആകാശം നമുക്കാകെ ഇന്നത്തെ സെലോട്ട് എടുക്കുന്ന പോലെ ഒന്നും പറയണ്ട. വേറൊരു അഭിമാനമായ കമൽഹാസൻ അമിതാഭ് ബച്ചൻ ഒരു റീഇൻവെൻഷൻ എന്ന് പറയുന്നത് ഒരു ഹോളിവുഡ് ഫിലിം എന്ന് പറയാം. ഒരു സ്റ്റോറിയിലേക്ക് ഇങ്ങനെ വരുമ്പോ പുള്ളിനെ കാണിച്ച് കുറച്ച് വെറുപ്പിട്ടുണ്ട്. ഇന്നിറങ്ങിയ കൽക്കി കണ്ട് ഇന്ത്യൻ സിനിമക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു സിനിമ. ഒന്നും പറയാനില്ല. ഹാറ്റ്സ് ഓഫ് ആണ്. നാഗാശ്വിൻ വിളിച്ചു ലൈക്ക് ഒരു ഹോളിവുഡ് സ്റ്റാഫ് കണ്ടിറങ്ങിയ ഒരു ഫീൽ ഉണ്ട്. ഒരു സീനിൽ ഇപ്പൊ 600 കോടി ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ വേർത്ത് എവറി പെനി നമുക്ക് പറയാം. നമ്മള് 750 കോടി കണ്ട ഒരു അപരാധമൊക്കെ കണ്ടു. പക്ഷെ ഇത് ഹാറ്റ്സ് ഓഫ് ആണ് പറയാം. കാരണം ഇത്ര അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യണത്. ആൻഡ് സ്റ്റോറി വൈസ് മഹാഭാരതം ലൈക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വേൾഡ് അതിനകത്ത് മഹാഭാരതം കണക്ട് ചെയ്ത രീതി നമുക്ക് ഒട്ടൊരു ഒരു IF ഒരു സീനിൽ പോയി വന്നല്ല. കാരണം അത്ര ഗ്രാഫിക്സ് ഈച്ച് ആൻഡ് എവറി സീൻ അവസരമായിട്ടുണ്ട്. ആൻഡ് 2 നല്ല ക്യാമിയോസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒരു ചെറിയ ലാഗ് ഉണ്ട്. കാരണം അത് വേൾഡ് ബിൽഡിംഗ് ആണ്. കൽക്കി എന്ന് പറഞ്ഞ ഒരു വേൾഡ് അതുകൊണ്ട് വേൾഡ് ബിൽഡിംഗ് സെറ്റാറ് ഫ്രെയിംസ് സെറ്റാറ്. സെക്കൻഡ് ഹാഫ് ഫുൾ ഓൺ ബിഗ് ബി ബിഗ് ബി എനിക്ക് തോന്നുന്നു നമ്മള് ടച്ച് ഓഫ് ഹിന്ദുസ്ഥാനിലാണ് കുറച്ചുകൂടി ഇതുപോലെ നമുക്ക് കണ്ടേക്കണം. പക്ഷെ ഇതിനകത്ത് മാസീവ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് ലൈക് 2-3 ക്യാമിയോസ് ഉണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. സോ എന്താ പറയാ ഒരു ട്രൂലി ഒരു ഹോളിവുഡ് സ്റ്റഫ് കണ്ട ഫീൽ ഉണ്ട്. പ്രഭാസ് ഓക്കെ ഇറ്റ്സ് ഗുഡ്. ലൈക് തമ്മിൽ വേണ്ട പോലെ ഈ അടുത്ത് കുറച്ച് നാൾ കണ്ടതിൽ പ്രഭാസിലേക്ക് വന്നിട്ടുണ്ട്. ചില സീൻസിൽ ചില ക്ലീഷേ കോമഡീസ് അങ്ങനെ ആളുകളിലും പിന്നെ മലയാളം ഡബിംഗാന്നല്ല കുറച്ച് ഇതുണ്ടായിരുന്നു. ബട്ട് ആസ് ഓൾ നോക്കുവാണെങ്കിൽ ആകാശ് ഗ്രേറ്റ് ജോബ്. എന്തായാലും ലൈക് വേൾഡിലെ പ്രശ്നമായിട്ട് ലൈക്ക് ഇന്ത്യൻ സിനിമ ഒരു ഗ്രാഫിക്സ് ഒരു സീനിൽ പോലും പൊട്ടയായിട്ട് ഫീൽ ചെയ്തില്ല. അടിപൊളി ഗംഭീര പടമാണ്. അതിനകത്ത് വന്ന ക്യാമിയോ റോളായാലും അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, പ്രഭാസ് ഒരു രക്ഷയില്ല. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം ഇന്ത്യൻ സിനിമകളുടെ ചരിത്രം മാറ്റിമറിക്കാൻ പോവാണ്. അടിപൊളി ഗംഭീരം ഒരു രക്ഷയില്ല. നമ്മുടെ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഇന്ത്യൻ കഥാപാത്രങ്ങൾ എല്ലാം ഇന്ത്യയിലെ ആൾക്കാരുന്നതുകൊണ്ട് മഹാഭാരതത്തിന് ബേസ് ചെയ്തുകൊണ്ട് ചെയ്ത ഒരു ഹോളിവുഡ് ഫിലിം എന്ന് പറയാം. ഇതിനകത്ത് അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന നടൻ ഈ പ്രായത്തിലും ഭയങ്കര എനർജി ലെവലിലൂടെ വന്ന് ഫൈറ്റ് ചെയ്യണമെന്ന് നമുക്ക് ശരിക്കും ചെയ്യുന്ന രോമാഞ്ചം ഉണ്ടാവും. അതുപോലെ തന്നെ മലയാളത്തിൽ നിന്നുള്ള അന്നാബൻ ശോഭന എന്ന് പറയുന്ന നടി വർഷങ്ങൾക്ക് ശേഷം ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തിയൊക്കെയാണ്. വളരെ ശക്തമായ ഒരു കഥാപാത്രങ്ങളുടെ നല്ല മെയിൻ എടുത്തു. പിന്നെ നടിയുടെ പേര് മെയിൻ ദീപിക പതിക്കോളും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ആർട്ട് വർക്ക്, BGM, ഡയറക്ഷൻ, പിന്നെ ഇതെല്ലാം വളരെ ഹോളിവുഡ് ലെവലിലേക്ക് ആ നിലവാരം പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. മഹാഭാരതത്തിന്റെ ബേസ് കൊണ്ട് ഇങ്ങനെ ഒരു കഥ ലോകത്തിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള സാധിച്ച ആ സംവിധായകനും അതിന്റെ റൈറ്റർക്കും ഒരു എക്സ്പീരിയൻസ് കൽക്കി കലക്കി ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രഭാസിന്റെ തിരിച്ചുവരവാണ്. പിന്നെ ഇത്രയും മെയിൻലി ഹെവി നടന്മാരെ കൊണ്ട് സ്ക്രീനിൽ കാണാൻ ചെറിയ അമിതാഭ് ബച്ചനും കമൽഹാസനൊക്കെ വരുന്നൊരു സ്ക്രീനിൽ കണ്ടിരിക്കുക 3 മണിക്കൂർ. അതാണ് പടത്തിന്റെ ഹൈലൈറ്റ്. VFX-ലൊന്നും ഒരു കുറ്റം പറയാനില്ല. പ്രഭാസിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം മറ്റേ ഇതിനു മുമ്പ് വന്ന പടങ്ങളൊക്കെ ഭയങ്കര വെരി പാടെന്ന് തന്നെ പറയാം. അപ്പൊ ബാഹുബലിക്ക് ശേഷം ഒരു ഹെവി ഐറ്റം കണ്ട പ്രതീതിയിലാണ് പടം കണ്ടിറങ്ങിയത്. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. മഹാഭാരതമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് പടം പോയേക്കുന്നത്. അപ്പൊ അതിൽ ഈ പറയുന്ന അശുദ്ധാത്മാവിന്റെ ഒരു റോള് വരുന്നേക്കുന്നത് അമിതാഭ് ബച്ചനാണ്. പ്രഭാസിനെക്കാട്ടിൽ ഹൈലൈറ്റഡ് എനിക്ക് തോന്നിയിരിക്കുന്നത് അമിതാഭ് ബച്ചൻ. അതൊരു ഐറ്റമായിട്ടാണ്. കമൽഹാസനാണ് ക്ലൈമാക്സിന് സെക്കൻഡ് പാർട്ടിലോട്ട് പോകാനുള്ള ഒരു പോർഷനിലോട്ട് കൊണ്ട് നിർത്തിയേക്കുന്നത്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാൻ കാരണം മേക്ക് ചെയ്തേക്കുന്ന ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ് മേക്ക് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഒരു സ്ലോ ലെവലിൽ പോയിട്ട് സെക്കൻഡ് ഹാഫിലൂടെ കത്തി കയറുകയാണ് ചെയ്തേക്കുന്നത്. അപ്പം കമൽഹാസനെയും ഈ അമിതാഭ് ബച്ചനൊക്കെ ഒരു സീനിൽ കാണാൻ എന്ന് പറയുന്നത് ഭാഗ്യമാണ്. പിന്നെ ഇന്ത്യയിലെ ഒരു അവഞ്ചേഴ്സ് ആയിട്ടാണ് എനിക്ക് ഈ പടം തോന്നിയിട്ടുള്ളത്. ഇന്ത്യൻ അവഞ്ചേഴ്സ് ആ ഒരു സ്റ്റൈലിലാണ് പടം മേക്ക് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ആയിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് പടം തന്നെയാണ്. ലോക്കി യൂണിവേഴ്സ് അല്ല കൽക്കി യൂണിവേഴ്സ് ഉണ്ട് അങ്ങനെ പറയാൻ പറ്റുന്ന സെക്കൻഡ് പാർട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് ഒരു ഹെവി ലെവലിലോട്ടാണ് പടം കൊണ്ട് നിർത്തിയേക്കുന്നത്. ഇന്ത്യൻ അവഞ്ചേഴ്സ് അതാണ് ഈ പടത്തിന്റെ ഫൈനലായിട്ട് പറയാനുള്ളത്. എക്സ്പീരിയൻസ് പ്രഭാസിന്റെ നല്ല പുള്ളി സെക്കൻഡ് ഹാഫിലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായ. ഫസ്റ്റ് ഹാഫില് എന്തോന്നാ ഒരുമാതിരി ഡൈവേർട്ടായി പോണ പോലെ തോന്നിയായിരുന്നു. ഒരു സ്റ്റോറിയിലേക്ക് ഇങ്ങനെ വരുമ്പോ പുള്ളിനെ കാണിച്ച് കുറച്ച് വെറുപ്പിട്ടുണ്ടായി. അല്ലാത്തത് മേക്കിങ്ങും സെക്കൻഡ് ഹാഫില് പുള്ളി അടിപൊളിയാ. അത് അടിപൊളിയാ. പിന്നെ അമിതാഭ് ബച്ചനാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയത്.
പിന്നെ അന്നവനുണ്ട്, ശോഭനൊക്കെ ഉണ്ട്, അവരൊക്കെ അടിപൊളിയാണ്. മലയാളത്തിലെ കുഞ്ഞിട്ടുണ്ടല്ലോ, എങ്ങനെയുണ്ട്? മലയാളത്തിലെ കുഞ്ഞിട്ടുണ്ടല്ലോ, ദുൽഖറുണ്ടല്ലോ, എങ്ങനെയുണ്ടാണ് പുള്ളിക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നിയത്. ചെറിയൊരു റോള് പുള്ളി വന്നു. ഇമ്പാക്ട് ഉണ്ടാക്കുമോ പുള്ളിയുടെ റോള്? ഇമ്പാക്ട് പുള്ളി ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്ന് പോണ പോലെ എനിക്ക് തോന്നുള്ളൂ, വേറെ ഒന്നും ഉണ്ടായില്ല. പ്രഭാസ് എങ്ങനെയുണ്ട്? പ്രഭാസത്തെ എങ്ങനെയുണ്ട്? പ്രഭാസ് അതല്ലേ ഫസ്റ്റ് ഹാഫില് കുറച്ച് ഡൈവേർഷൻ പോലെ വെറുപ്പീര് പോലെ തോന്നിയായിരുന്നു. സെക്കൻഡ് ഹാഫില് അടിപൊളിയാ. ഫസ്റ്റ് മാച്ച് മൂവിയാണ്. ആ തിയേറ്ററിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാം. OTT ഉണ്ടാ ചിലപ്പോ ബോറായിട്ടുള്ള ഒരു ഇതിനകത്ത് അതിന്റെ ഒരു മഹാഭാരത സീൻസ് ഒക്കെ കാണിക്കണതൊക്കെ അടിപൊളിയാണ്. കൽക്കി എന്ന മൂവി ഈ ഒരു കഥയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇങ്ങനെയുള്ള നമ്മൾ ഇതിന്റെ ട്രെയിലറുകൾ കണ്ടപ്പോൾ പ്രതീക്ഷിച്ചത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടമായിരിക്കും. നമ്മൾ കംപ്ലീറ്റ്ലി ന്യൂജൻ അങ്ങനെയാണ് ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ. ഒരുപാട് മെഷീൻസ്, ടോക്കിംഗ് കാർ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആ സമയത്ത് നമ്മളൊരു ട്രാൻസ്ഫോമേഴ്സ്. പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴയ കാലവും പുതിയ കാലവും മിക്സ് ചെയ്തിട്ട്, അത് 6000 വർഷങ്ങൾക്ക് പുറകെയുള്ള കാര്യങ്ങളും ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടെക്നോളജി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബ്ലെൻഡ് ആയിട്ടാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതില് പ്രഭാസിന്റെ എല്ലാവരും തിരിച്ചു വരവാന്ന് അന്വേഷിക്കുന്നിടത്ത് ആണ് നമ്മൾ അമിതാഭ് ബച്ചൻ ഒരു റീഇൻവെൻഷൻ എന്ന് പറയുന്നത്. കാരണം ഇത്രയും വലിയൊരു സിനിമ ഒരു തുടക്കം മുതൽ ഒടുക്കം വരെ അമിതാഭ് ബച്ചൻ തന്റെ പെർഫോമൻസ് കൊണ്ട് ആ ലെവലിൽ ഇടിച്ചു നിന്നു. പ്രഭാസിന്റെ ഹീറോയിസം ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒരു സ്ലോ പേസിംഗിലാണ് ബിൽഡ് ചെയ്തെങ്കിലും അമിതാഭ് ബച്ചൻ വന്ന് ലാൻഡ് ചെയ്ത മുതൽ ക്ലൈമാക്സ് വരെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു അമിതാഭ് ബച്ചൻ ഈ ഇതായാലും. പിന്നെ എടുത്തു പറയേണ്ടത് ഇത് തന്നെയാണ്, പഴയ കാലവും പുതിയ കാലവും മിക്സ് ചെയ്ത് കാണിക്കുമ്പോൾ ഒരു രീതിയിലും ലാഗ് ജനിപ്പിക്കാത്ത രീതിയിൽ. പിന്നെ ഇങ്ങനത്തെ കഥകൾ ഫസ്റ്റ് ഹാഫ് ആണ് ഒരുപാട് ആൾക്കാർ ലാഗ് ആണെന്ന് പറഞ്ഞു കേട്ടു. ലാഗ് ആവും, കാരണം ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത് നമുക്ക് പരിചയമില്ലാത്ത ഒരു ഫാന്റസി വേൾഡ് ആണ്. ആ വേൾഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സ്ലോ പേസിലാണ് എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് ഇവിടെ ഉള്ള കണ്ടീഷൻസ്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടർ കുറച്ച് സമയമെടുത്താണ് ഫസ്റ്റ് ഹാഫ് ചെയ്തത്. ഫസ്റ്റ് ഹാഫ് വളരെ ലോ പേസ് തന്നെയായിരുന്നു, പക്ഷേ അതിന്റെ എല്ലാ കുറവുകളും തീർത്തുകൊണ്ടുള്ള സെക്കൻഡ് ഹാഫ് എടുത്തു പറയുകയാണെങ്കിൽ അവസാനത്തെ ഒരു 30 മിനിറ്റ് സീറ്റ് എഡ്ജ് ആയിരുന്നു. കാരണം ഫൈറ്റുകൾ നമ്മൾ ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കണ്ടില്ലാത്ത രീതിയിൽ അതിഗംഭീര വിഷ്വൽസ് ആണ് വന്നിരിക്കുന്നത്. കാരണം CG എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് സിനിമ കണ്ട് നമുക്ക് തോന്നാം ഇത് നോർമൽ CG അല്ല. പിന്നെയാണ് നമ്മൾ അറിയുന്നത് ഇത് കൽക്കി അല്ലെങ്കിൽ നമ്മുടെ തെലുഗു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ നിർമ്മിച്ച ഒരു സിനിമയാണെന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ടെക്നിക്കൽ ലെവൽ ഏത് ലെവലിൽ എത്തി എന്ന് മനസ്സിലാക്കുന്നത്. ഒരു ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ വിഷ്വൽസ് വന്നതായിട്ട് ഞാൻ എന്റെ ഓർമ്മയില്ല. ഒരുപക്ഷെ ബ്രഹ്മാസ്ത്ര ആണെങ്കിലും ഇതിൽ ഇത്ര അതിഗംഭീരമായി വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അവസാനത്തെ ഒരു 20 മിനിറ്റ് ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു 10% ഒറിജിനുള്ള ഒരു 90% CG ആയിരിക്കും. പക്ഷെ അതിന്റെ യാതൊരു കുറവും കാണിക്കാതെ തിയേറ്ററിൽ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട്. കാരണം ഇങ്ങനെ എന്തെങ്കിലും പാടിപ്പോയാൽ അവർ കുഴപ്പമൊന്നുമില്ല, നല്ല പടം. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷയില്ല. ഞാൻ സാധാരണ പടം പക്ഷെ ഫസ്റ്റ് ബാബലിയർ പോലത്തെ ഒരു പടം എന്ന് വെച്ച്, പക്ഷെ ഇത് കളിക്കായി. ഇത് എന്താ പറയാ, ഇത് പറയാൻ വോയിസ് ഇല്ല. റോമൊക്കെ ആകെ ഇന്നത്തെ സെലോട്ട് എടുക്കുന്ന പോലെ ഒന്നും പറയണ്ട. അമിതാഭ് ബച്ചൻ, അതുപോലെ ദുൽഖർ, പിന്നെ നമ്മളെ ബാബിലത്തെ ചുള്ളൻ, അതൊക്കെ കിടുവായി. ആ ഫൈറ്റും ഇത് അമിതാഭ് ബച്ചന്റെ ലുക്ക് പൊതുവെ മൂപ്പർ ഇന്ത്യയില് തകർത്തിട്ടല്ലോ. ഈ കളിക്കില് വന്നിട്ട് ഇങ്ങനെ വൈബാക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല. സൂപ്പർ ഒന്നും പറയണ്ട. കാരണം ഞാൻ ഇതായിട്ട് ഇത് കണ്ടിട്ട് ഞാൻ ഞാൻ ഡോർ തുറക്കാൻ പോയതാ. പിന്നെയൊക്കെ തോന്നി ഇതൊരു വൈബിലെ പടമാണ്. അപ്പത്തിനൊരു എന്താ കാലിന് മേലൊക്കെ പുറത്തേക്ക് കയറിയ പോലെയൊക്കെ തോന്നി. എന്തായാലും സംഗതി കളിക്ക് കിടുവായി, ഒന്നും പറയാനിക്കണ്ട. ഞാൻ കണ്ണീനൊക്കെ മൂക്കിനൊക്കെ വളർന്നു. അതിന്റെ ഒരു മ്യൂസിക്കും ആ വെടിവെക്കുന്ന ഇതും ഒന്നും പറയണ്ട, കിടക്കി സംഗതി വൈബായി. അപ്പൊ കൽക്കി കണ്ടിറങ്ങി കലക്കിന്ന് തന്നെ പറയണം. ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായിട്ടുള്ള നമ്മുടെ അമിതാഭ് ബച്ചൻ, ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ പേരാണ് എടുത്തു പറയേണ്ടത്. അതുപോലെ തന്നെ പ്രഭാസ്, വേറൊരു അഭിമാനമായ കമൽഹാസൻ, മലയാളികളുടെ അഭിമാനമായ ദുൽഖർ സൽമാൻ, അതേപോലെ അന്നവൻ, ശോഭന ചേച്ചി, വിജയ് ദേവർകൊണ്ട, അതേപോലെ തന്നെ രാജ്മൗലി ഇതിൽ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു ചിത്രം അണിയറ പ്രവർത്തകർ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ദൃശ്യഭംഗി തന്നെയാണ് എടുത്തു പറയുന്നത്. ഇന്നിറങ്ങിയ കൽക്കി കണ്ട് ഇന്ത്യൻ സിനിമക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. കാരണം ഈ ഡയറക്ടർ ഇതില് നമ്മ ആക്ടേഴ്സിന്റെ വാല്യൂ ആദ്യമേ, ഡയറക്ടർ എങ്ങനെ ഒരു നടനെ യൂസ് ചെയ്യാൻ പറ്റും പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കാരണം പിന്നെ ഇത് അഭിനയിക്കുന്ന ആളുകളൊക്കെ പുതിയതായിട്ടുള്ള പുതുമുഖങ്ങളൊന്നുമല്ല. എന്തായാലും ഡയറക്ടറിന്റെ രീതിയിൽ നമ്മുടെ ഗ്രേറ്റ് ആക്ടർ, ആദ്യമേ നമുക്ക് പറയുന്ന ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ ബിഗ് ബി എന്ന അമിതാഭ് ജി, സൂപ്പർ, ഒന്നും പറയാനില്ല. കാരണം അദ്ദേഹത്തിനൊക്കെ
ഒരുപാട് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ദേശീയ അവാർഡ് ജേതാവും കൂടിയാണ്. പിന്നെ പറഞ്ഞ ഗ്രേറ്റ് ആക്ടർ കമൽ ഹാസൻ, ഒരു രക്ഷയില്ല. ഞാൻ ഇതിന്റെ സെക്കൻഡിൽ അദ്ദേഹം നായകനാവുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ പ്രഭാസിനെ നമ്മൾ കണ്ടാണ്, പ്രഭാസിന്റെ രീതിയിലുള്ള അഭിനയം മികച്ചതാക്കി. പിന്നെ മലയാളികളുടെ അഭിമാനമായ ദുൽഖർ സൽമാൻ കുറച്ച് മിനിറ്റുകളെങ്കിലും അദ്ദേഹത്തിന്റെ രീതിയിൽ ആ രംഗം സൂപ്പറാക്കി. പിന്നെ നമുക്കൊരു ആക്ഷൻ ഹീറോയിനെ കിട്ടി, നമ്മുടെ അന്നാബൻ. കാരണം മലയാളത്തിൽ ഒരു ഡയറക്ടറും യൂസ് ചെയ്യാത്ത ആ കഥാപാത്രം അന്നാബെന്നിന് ഒരു ആക്ഷൻ ഹീറോയിന്റെ പദവി നൽകി അന്നാബൻ പൊളിച്ചു കളഞ്ഞു. ഹോളിവുഡ് സിനിമയെ വെല്ലുന്ന രീതിയിൽ അഭിനയിച്ചു. കാരണം ഇതില് പല കമ്പ്യൂട്ടർ വേർഷനിലായിക്കോ എന്തായിക്കോട്ടെ, പക്ഷെ എന്തായാലും ആളഭിനയിക്കണമല്ലോ എങ്ങനെയായാലും. ആ രീതികളും ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ദീപിക പദുക്കോൺ എന്ന് പറയുന്ന നായിക നമ്മൾ പല പല വേഷങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു ഇന്ത്യൻ മാതാവ് എന്നുള്ള അല്ലെങ്കിൽ അമ്മ എന്നൊരു കഥാപാത്രം എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ഈ ഡയറക്ടറിന്റെ രീതിയിൽ ദീപിക പൊളിച്ചു കളഞ്ഞു. കാരണം മലയാളത്തിന്റെ തനിമയുള്ള ഒരു അമ്മ എന്നൊരു കഥാപാത്രം മികച്ച. പിന്നെ ശോഭന മാം, മലയാളികൾ ഒരുപാട് വർഷങ്ങളായി കണ്ടിരിക്കുന്ന ഒരു മുഖമാണ് ശോഭന മാം. ഒരു രക്ഷയില്ല, ഒരു വ്യത്യസ്ത ഒരു കഥാപാത്രം കൊടുത്ത്. എന്തായാലും ഇതിൽ ഒരുപാട് പേര് അഭിനയിച്ചിട്ട് എല്ലാവരും പേര് എടുത്തു പറയുന്നില്ല, ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. കൽക്കി കുട്ടികളായിട്ടും ഫാമിലി ആയിട്ടും വന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. ഒരു എന്താ പറയുക, എല്ലാ എഫക്റ്റും കൂടെ ചേർന്ന ഒരു സിനിമയാണ്. ഇന്ത്യൻ സിനിമക്ക് അഭിമാനിക്കുന്നത്.